ഇന്ന് പലരുടെയും വിനോദങ്ങളിൽ ഒന്നാണ് റീലുകൾ. ഇമോഷണലുകൾക്കനുസരിച്ച് നിരന്തരം റീലുകൾ ഷെയർ ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട്. ഇൻസ്റ്റഗ്രാം അതിന്റെ ഷോർട്ട് ഫോം വീഡിയോ ഫീച്ചറായ റീൽസിന് പ്രത്യേക ആപ്പ് പുറത്തിറക്കാൻ ആലോചിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. യുഎസിലെ ടിക്ടോക്ക് അനിശ്ചിതത്വത്തിൽ ആയതിനാൽ ഈ അവസരം ലക്ഷ്യമിടുകയാണ് കമ്പനി. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റീലുകൾ നീക്കം ചെയ്യാതെയാകും പുതിയ ആപ്പിന്റെ പ്രവർത്തനമെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ മെറ്റ പ്രതികരിച്ചിട്ടില്ല. ദി ഇൻഫർമേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഈ ആഴ്ച നടന്ന സ്റ്റാഫ് മീറ്റിംഗിൽ ഇൻസ്റ്റാഗ്രാമിന്റെ മേധാവി ആദം മൊസേരി ഈ ആശയം ചർച്ച ചെയ്തു. ടിക്ടോക്കിന് നിയന്ത്രണങ്ങളോ അടച്ചുപൂട്ടലോ നേരിടുകയാണെങ്കിൽ റീൽസിനായി ഒരു പ്രത്യേക ആപ്പ് പുറത്തിറക്കാമെന്നും ഉപയോക്താക്കൾക്ക് സമാനമായ വീഡിയോ സ്ക്രോളിംഗ് അനുഭവം നൽകുന്നതാകണമെന്നുമാണ് കമ്പനി പദ്ധതിയിടുന്നത്. ജനുവരിയിൽ എഡിറ്റ്സ് എന്ന പേരിൽ ഒരു പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് മെറ്റ പ്രഖ്യാപിച്ചിരുന്നു. ടിക്ടോക്ക് മാതൃ കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ്കട്ടിന്റെ ഉപയോക്തൃ അടിത്തറയുടെ ഒരു പങ്ക് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം. ടിക്ടോക്കുമായി മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 മെറ്റ ലാസോ എന്ന ഒരു വീഡിയോ ഷെയറിംഗ് ആപ്പ് ഫേസ്ബുക്ക് പരീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രചാരം കിട്ടാതായതോടെ അടച്ചുപൂട്ടി.